അല്ല, ഈ പെണ്ണ് എണീച്ചിലാവോ? ഇന്ന് കോളേജിലെ കാര്യമൊക്കെ മറന്നോ? ഒന്ന് പോയി നോക്കട്ടെ. പൂത്ത പോലെ കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? ഡി പെണ്ണെ, എഴുന്നേക്കുന്നില്ലേ നീ? സമയം എത്രയിന്നാ? എന്താ മമ്മി? എടി പെണ്ണെ, നിനക്കിന്ന് കോളേജില്ലേ? ഫസ്റ്റ് തന്നെ ലേറ്റ് ആയി പോവാ. ടൈം എത്രയായി? 8 മണി ആയിട്ടുള്ളൂ. മോള് വേണമെങ്കിൽ ഇനിയും കടന്നോ. എന്റെ ദൈവമേ, എനിക്ക് നേരം വഴുകും. എന്താ മമ്മി, കുറച്ച് നേരത്തെ ഒന്ന് വിളിച്ചിട്ടായിരുന്നോ? അയ്യടാ, കോളേജിലെത്തി പെണ്ണ്. ഇപ്പോഴും ഞാൻ വന്ന് വിളിച്ചിട്ട് വേണോ നിനക്ക് എഴുന്നേക്കാൻ? ഞാൻ ഇപ്പോഴെങ്കിലും വന്ന് വിളിച്ചത് നന്നായി. മമ്മി, ഞാൻ വേഗം വിളിച്ചിട്ട് വരാം. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് എടുത്തു വെക്കേ. ആ, വേഗം വാ. അപ്പൊ ശരി മമ്മി, ഞാൻ ഇറങ്ങാം. പാപ്പ, ഞാൻ പോയി വരാം. ഞാനാക്കി തരണോടാ? ഏയ് വേണ്ട പാപ്പ, പാപ്പയ്ക്ക് ഓഫീസിലേക്ക് പോകാനുള്ളതല്ലേ. ഞാൻ ഇവിടുന്ന് ബസ്സിൽ പോയിക്കോളാം. ഇപ്പൊ ഇറങ്ങിയ ആ ബസ് കിട്ടും. അപ്പൊ ശരി, ബൈ ബൈ ബൈ. നിങ്ങൾക്ക് അവളെ ഒന്ന് കൊണ്ടുവിടായിരുന്നില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചല്ലേ, അവളല്ലേ വേണ്ടായിരുന്നേ. ആ പെണ്ണിന് ഇനി ബസ് കിട്ടുകയാവോ? ഓ, ഈ ബസ് വരുന്നില്ലല്ലോ. ഞാൻ കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ ആ ബസ് ഇല്ലേ? അതോ പോയോ? പപ്പ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. ഇനി ഓട്ടോ വിളിച്ച് പോവാ. ഏയ് ഓട്ടോ, ഇയാൾക്ക് ഇവിടേക്ക് പോണേ. ആ, ഇവിടെ നിർത്തിയാ മതി ചേട്ടാ. എത്രയായി ചേട്ടാ? 40. 40? തന്റെ വയസ്സല്ല ചേച്ചി. ഇതാ ചേട്ടാ, 40 അല്ലേ? ഹാവ്, ഭാഗ്യം, ബെല്ലടിച്ചിട്ടൊന്നുമില്ല. ഹലോ, എങ്ങോട്ടാ മോൾ ഇത്ര ധൃതിയില്ലേ? അത് പിന്നെ ചേട്ടാ, ബെല്ലടിക്കാനായില്ലേ? ഓ, നീയാണോ ബെല്ലടിക്കുന്നേ? പിന്നെന്താ? അത് ചേട്ടാ, ബെല്ലടിക്കുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറാനാ. നീ ഏത് ഡിപ്പാർട്ട്മെന്റാ? ബികോം. ചേട്ടാ, ഞാൻ പൊക്കോട്ടെ. ക്ലാസ് എവിടെയെന്നൊക്കെ നോക്കിയിട്ട് വേണം. ഓ, ആണോ? എന്നാലേ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാട്. അത് കഴിഞ്ഞിട്ട് അത് നോക്കാം. അയ്യോ ചേട്ടാ, ഞാൻ ഒന്ന് പോയിക്കോട്ടെ പ്ലീസ്. ഡാ സാമേ. ആ, ആളിയാ. നീ എന്താടാ അത്ര ലേറ്റ് ആയത്? ഏയ് അതൊന്നുമില്ലടാ. ഡി, നീ ഇപ്പൊ ക്ലാസ് പോയിക്കോ. ദിന്നെ ഞങ്ങൾ എടുത്തോളാം. ഏയ് ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. ഇതാരാണാവോ? ഹായ്. ഹലോ, തന്റെ പേരെന്താ? എന്റെ പേര് സന. തന്റെയോ? ലിയ. ലിയ, അടിപൊളി പേരാണല്ലോ. സനയും ഒട്ടും മോശമൊന്നുമല്ലല്ലോ. ആണോ? താങ്ക് യു. ഹാവു, ബെല്ലടിച്ചു. ഇനിയൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഹലോ, എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്താ, കോളേജൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇഷ്ടപ്പെടാതെ? പിന്നെന്താടോ? നീ വന്നേ, നമുക്ക് പുറത്തു പോയി നിൽക്കാം. ഞാനല്ല. എന്താ സാന? എടി, അത് പിന്നെ സീനിയേഴ്സ് എങ്ങാനും വന്നാലോ? വന്നെന്താ? എനിക്ക് പേടിയാ. അവർ രാവിലെ തന്നെ എന്നെ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. ആഹാ, എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ നോക്കി. എന്നിട്ട് നീ പാടിയോ? ഹോ, അവളുടെ ഒരു ചോദ്യം കേട്ടില്ലേ, പാടിയോന്ന്. അവരെന്നെ കൊണ്ട് പാടിപ്പിക്കാൻ നോക്കി. പക്ഷെ കറക്റ്റ് ടൈമിൽ തന്നെ ഒരേട്ടം വന്നു. ആര്? ആ, അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാ. ഓഹോ, ആളെങ്ങനെ, ചുള്ളനാണ്? ചുള്ളനാണോന്ന് ചോദിച്ചാ, അല്ല അതൊക്കെ തന്നെ നീ അറിയുന്നേ. ചുമ്മാ. അത് വിട്, നീ വന്നേ, നമുക്ക് പുറത്തേക്ക് പോവാന്നേ. പിന്നെ സീനിയേഴ്സ് അവര് നമ്മളെ വെറുതെ പേടിപ്പിക്കാൻ നോക്കുക. അത് കാര്യാക്കണ്ട. ആണോ? എന്നാ നമുക്ക് പുറത്തേക്ക് പോവാം. നമ്മുടെ കോളേജ് അടിപൊളിയല്ലേ? അല്ല, നീ ഇത് പറഞ്ഞില്ലല്ലോ. ആ ഏട്ടനെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? അതിപ്പോ കുഴപ്പമില്ല. നല്ല ചിരിയായിരുന്നു. പിന്നെ കണ്ണ് കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു.
എടി ആ വരുന്ന ഏട്ടന്മാരെ നോക്കി നോക്ക്, എന്ത് ഗ്ലാമറല്ലേ. സീനിയേഴ്സ് ആണെന്ന് തോന്നുന്നു. എടി ഇവരെ കുറിച്ചെടി ഞാൻ പറഞ്ഞേ. ഈശ്വര, എന്നെ തെരഞ്ഞു വരും, ഞാൻ ക്ലാസ് കയറുക. ആ നിക്ക് സന. ദാ അവരിങ്ങോട്ടേക്കേ വരണേ, നീ ഓടൊന്നും ചെയ്യല്ലേ. ആ ആരിത്? സനമോളോ? ഡാ വരണേ, നിനക്കുള്ള മനസ്സിലായില്ലേ? നീ വന്നപ്പോ ഞങ്ങളെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാ. അതേടാ, രാവിലെ ഞങ്ങക്ക് പാട്ട് പാടി തരാൻ നിൽക്കായിരുന്നു ഇവള്. നീ വന്നപ്പോ എല്ലാം കോളായി. അതിനിപ്പോ എന്താടാ, നമ്മളൊന്ന് മൂളിയാ മതി, അവള് നമുക്ക് പാടിത്തരും. അല്ലേ സനമോളെ? അപ്പൊ എങ്ങനെയാ, നമുക്ക് തുടങ്ങിയാലോ? ചേട്ടാ പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്, എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. ഹാ, അറിയാവുന്നത് പാടിയാ മതിയേ. ചേട്ടാ പ്ലീസ്. ഡാ സമയ മതിയാക്ക്, നമ്മൾ ഇതിനാണ് അവിടെ വന്നേ. ഓ അപ്പൊ എന്നാ ഞങ്ങള് കാര്യത്തിലോട്ട് കടക്കാം. ഹലോ, എൻ്റെ പേര് സാം, ഇത് കിരൺ, ഇത് സഞ്ജയ്, പിന്നെ ഇത് വരുൺ. എന്താ ഷോക്കായോ? ഞങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. പിന്നെ രാവിലെ ഞങ്ങൾ ചെയ്തത് ഒരു തമാശക്കാട്ടോ. ഞങ്ങളുടെ ജൂനിയേഴ്സിന് ധൈര്യം ഉണ്ടോന്നൊന്നും അറിയണ്ടേ, അതിനുവേണ്ടി അങ്ങനെയൊക്കെ ചെയ്തേ. ഓ അപ്പൊ സത്യം പറഞ്ഞ ഞങ്ങളുടെ സീനിയേഴ്സ് പൊളിയാണ് അല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറയാം, കേട്ടല്ലോ. ഇത്രയും നല്ല ഏട്ടന്മാരാണോ നീ പേടിച്ചത്? ഇവൾ ഇത്രയും നേരം നിങ്ങളൊക്കെ പേടിച്ച് പുറത്തിറങ്ങാൻ നിൽക്കായിരുന്നു, ഇപ്പോഴാ സമാധാനമായത്. ആ പേടിയും ബഹുമാനം അതുപോലെ നിന്നോട്ടെ, ഞങ്ങളെല്ലാവർക്കും ഒരുപോലെ അല്ല. അപ്പൊ ശരിയെന്നാ. വരുണേട്ടൻ നിന്നെ വല്ലാണ്ട് നോക്കുന്നുണ്ടല്ലോ. പൊടി, എന്നെയൊന്നല്ല, ചിലപ്പോ നിന്നെ ആണെങ്കിലോ. അയ്യടാ, ഇപ്പൊ സംസാരിച്ചപ്പോഴേ വരുണേട്ടൻ നിന്റെ മതിക്ക് എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും നിങ്ങൾ രണ്ടും നല്ല ചേർച്ചയാട്ടോ. നിനക്ക് എന്താ ലിയ? എന്താന്നറിയില്ല, നിങ്ങളിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നു. ആ നിന്നെ ചികിത്സിക്കാനായി. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നടാ കോളേജൊക്കെ? എന്റെ മമ്മി സൂപ്പർ. ആ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയോ? ആ ഒന്നിനെ കിട്ടിയിട്ടുണ്ട്, അതിനൊരു 5 സമ. ആണോ? എന്താ അവളുടെ പേര്? ലിയ. പിന്നെ മോളെ, നീ ഇപ്പൊ ഡിഗ്രി എത്തി, നല്ലോണം പഠിക്കാണ്ടാവും. വെറും ഫ്രണ്ട്ഷിപ്പും കളിയും ചിരിയായിട്ടൊന്നും നടക്കരുത്. അറിയാലോ, നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നിന്റെ ആഗ്രഹം പോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പറ്റുള്ളൂ. ആ മമ്മി ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഞാൻ നല്ലോണം പഠിച്ചോളാം, നല്ല മാർക്കും വാങ്ങിക്കോളാം പോരെ. അതാണ് എൻ്റെ മോള്. നോ, സ്വപ്നമായിരുന്നോ? അല്ല, എനിക്കിതെന്താ പറ്റിയേ? ഞാനെന്തിനായിരുന്നു സ്വപ്നം കണ്ടേ? ഭഗവാനെ, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ തോന്നിക്കരുതേ. ഇതിപ്പോ എന്താ സംഭവം? ഹലോ, ആ വന്നല്ലോ. ഞാൻ നിന്നെ കാത്തുക്കായിരുന്നു. അല്ല ലിയ, ഇതിപ്പോ എന്താ സംഭവം? ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ, ഇന്ന് നമുക്ക് ഫ്രഷേഴ്സ് ഡേയാ. ഓ ആണോ? പക്ഷേ ഇന്നലെ അതിനെ കുറിച്ചൊരു സൂചനകൾ തന്നില്ലല്ലോ. സൂചന കിട്ടിയില്ലെങ്കിൽ എന്താ, നിന്നെ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പോരെ. അയ്യേ അതല്ല, പിന്നെ എന്താണ്? ആ അത് വിട്, നീ വേഗം വാ, നമുക്കവിടെ ഫ്രണ്ടിൽ പോയിരിക്കാം. ഫ്രണ്ടിലൊന്നും പോയിരിക്കണ്ട, നമുക്ക് വല്ല പണിയും കിട്ടിയാലോ. ആ അതിനെന്നെ അവിടെ പോയിരിക്കണേ. എന്താടി ഒന്ന് ആലോചിച്ചോക്ക്, സീനിയേഴ്സ് നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കും, അവരെന്തെങ്കിലും ടാസ്ക് നമുക്ക് തരും, നമ്മളത് വെടിപ്പായിട്ടാണ് ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മൾ ഈ കോളേജിൽ ഫേമസ് ആവും. നിന്റെ ഒരു ബുദ്ധി അപാരം തന്നെ. എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പക്ഷെ നമുക്ക് ആ ടാസ്ക് നല്ല വെടിപ്പായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ നമ്മൾ നാണം കേട്ട് ഫേമസ് ആവും. അയ്യോ, നമ്മളുടെ ഏട്ടന്മാരാണോ അവരോട് നടത്തണേ? ആടി, നമുക്കിനി ടാസ്ക് ഒന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. ഏട്ടന്മാരെ നമ്മളെയൊന്നും വിളിക്കില്ല. നിനക്കൊരു പേര് ലൂസാണ്. ഞാനിവിടെ നമുക്കൊന്ന് പണി കിട്ടരുത് വിചാരിച്ച് നിൽക്കുക. അപ്പൊ അതാ ഒരുത്തി ചോദിച്ചു കാണാൻ നിൽക്കുന്നു. ഡോ താനിവിടെ വന്നേ. ഓ എന്നെ വിളിച്ചു.
ഞാൻ പോയി വരാം. ആ, തന്റെ പേരെന്താ? ഏട്ടാ, എൻ്റെ പേര് ലിയ. ഇത്ര ഇവിടെ നിന്ന് പറഞ്ഞോ? എന്തോന്ന്? കുറച്ച് സൗണ്ടിലൊക്കെ പറ, എല്ലാരും കേക്കട്ടെ. ഓ, ഇപ്പൊ മനസ്സിലായി. ഹായ് ഗായ്സ്, എൻ്റെ പേര് ലിയ. ഞാൻ ബികോം സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ഇനി തനിക്ക് വല്ല സ്കില്ലുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. ഞാൻ ഡാൻസ് കളിക്കാം. ഓക്കെ. താങ്ക് യു. പിന്നെ സനയെ മറന്നിട്ടില്ല, അവളെ ഞങ്ങളിപ്പോ വിളിക്കുന്നു പറഞ്ഞേക്കിട്ടോ. ഓക്കെ ഓക്കെ. ആഹാ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്തേലും ചെയ്യാതെ ഈ സ്റ്റേജ് വിട്ട് പോവാന്ന് താൻ കരുതണ്ട. ഓ, ഈ പെണ്ണിനെ നാട്ടിക്കും. അപ്പൊ എന്താ ചെയ്യുന്നേ? എന്നാ പണിഷ്മെന്റ് ആക്കിയാലോ? വേണ്ട, ഞാൻ പാട്ട് പാടിക്കോളാം. ഓക്കെ. ഹായ്, തൻ്റെ പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഓ, താങ്ക് യു. അപ്പൊ എൻ്റെ ഡാൻസോ? ആ, അതും കൊള്ളാം. താങ്ക് യു. അപ്പൊ ശരി, എന്നാ ഞങ്ങൾ പോട്ടെ. സന വാ. സന. ഹായ്. വന്നു. ഹായ്. എന്നെ മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. മനസ്സിലായി. ഇന്നലെ നിങ്ങൾ പോയോണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. അതിനിപ്പോൾ എന്താലേ, നമുക്കിപ്പോഴും പരിചയപ്പെടാലോ. എൻ്റെ പേര് കിഷോർ, ഞാൻ BA ഹിസ്റ്ററിയാണ്. ഓ, ഹിസ്റ്ററിയാണോ? അല്ല, ഹിസ്റ്ററിക്കാരൊക്കെ ആ ബ്ലോക്കിലല്ലേ? എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ഏതവനാടാ അത്? അവരുടെ ക്ലാസ്മേറ്റ് ആവും. അവരുടെ ഫേസ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അവരെന്തേലും ആവട്ടെ, നമ്മളെന്തിനാ അത് നോക്കുന്നേ? അത് ശരിയാണല്ലോ. എന്നാ ശരി, ഞാൻ പോവാ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ശരി. സമാധാനം പോയി കിട്ടി. നീ എന്താ ഇങ്ങനെ പറയണേ? എനിക്ക് ആ സാധനത്തിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അവൻ സംസാരിക്കുന്ന കണ്ടില്ലേ? കണ്ണ് മൊത്തം നിന്റെ മൊത്തം വായി നോക്കി. അപ്പൊ നമ്മുടെ സീനിയറായിട്ട് നോക്കിയപ്പോ നീ എന്തോന്നും പറയാഞ്ഞേ? ആര്? നമ്മുടെ വരുണേട്ടനോ? വരുണേട്ടൻ നിന്നെ എത്ര വേണ്ടി നോക്കിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ പോയ ആ സാധനം ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നാ എന്റെ സ്വഭാവം മാറും. നീ അത് വിട്, നമുക്ക് ക്ലാസ്സിൽ കയറാം. ഹായ്. വന്നോ? ഞങ്ങൾ ഇത്ര നേരം കണ്ടില്ലല്ലോ, പറഞ്ഞു നിൽക്കായിരുന്നു. എപ്പോ? ആണോ? ഞാൻ വരാതിരിക്കോ? നിങ്ങളോടൊന്നും സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അതെന്താ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത്? തനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഉണ്ടെന്നേ, അവരൊക്കെ അവിടെയാ. അവരെങ്ങോട്ട് കൂട്ടിയാലേ ശരിയാവില്ല. സമാധാനം. പിന്നെ എനിക്ക് സനയുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അത് ഞാൻ പിന്നെ പറയാം. എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. ഇനിയിപ്പോ ഞാൻ അവിടെ ഉണ്ടായിട്ടാണോ? ഏയ്, അല്ലല്ല. തനിക്ക് എന്താ പറയാനുള്ളത്? എന്തായാലും ഇപ്പൊ പറ. അത് പിന്നെ അത് പറയടോ. അത് സന, എനിക്ക് നിന്നെ ഇഷ്ടാ. സന, നിന്നെ അന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത്. താൻ ഇപ്പൊ തന്നെ മറുപടി പറയണ്ട, ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. നോക്കൂ കിഷോർ, എനിക്ക് ഇതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോ. സന, നീ അങ്ങനെയൊന്നും പറയല്ലേ. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എന്ത് മനസ്സിലാക്കാൻ? താൻ ഇവിടെ നിന്ന് പോയേ. സന പ്ലീസ്. തനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എടോ, ഇവള് കമ്മിറ്റഡാ. എന്ത്? സന, നിനക്കുള്ള കാര്യം പറഞ്ഞ എന്താ? കിഷോർ, ഇവൾ ഓൾറെഡി ഒരാളെ ഇഷ്ടത്തിലാ. അതുകൊണ്ടാ പറ്റില്ല എന്ന് പറയുന്നത്. ഇനി ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് വരരുത്. ഇല്ല, ഇനി എൻ്റെ ശല്യം ഉണ്ടാവില്ല. പക്ഷേ അതിനു മുമ്പ് നീ സ്നേഹിക്കുന്ന ആളെ എന്നോട് ഒന്ന് പറയണം, നിങ്ങൾ രണ്ടാളും ഇഷ്ടത്തിലാണെന്ന്. വേറൊന്നിനല്ല, എനിക്ക് എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ. ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. നോക്കൂ കിഷോർ, താൻ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി. നാളെ വന്ന് പറയും, പോരെ? ഓക്കെ, ബൈ. ബൈ സന. അല്ല, നീ ഇതെന്ത് ഭാവിച്ചാ? നാളെ ആരെയും കൊണ്ട് പറയിപ്പിക്കാൻ പോകുന്നേ? കൂൾ ബേബി, കൂൾ. അതൊക്കെ ഞാൻ സെറ്റായിക്കോളാം. മുളക. സന, താനെന്താ എന്നോട് വരാൻ പറഞ്ഞേ?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല വരണേട്ടാ. ഈ കിഷോറിനില്ലേ, നിങ്ങൾ രണ്ടാളും റിലേഷനിലാണെന്ന് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഏട്ടൻ്റെ വായന്ന് കേട്ടാലേ അവൻ വിശ്വസിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. ആണോടാ? നിനക്ക് എൻ്റെ വായന്ന് കേട്ടാലേ വിശ്വാസമാവുള്ളൂ. എന്നാ മോൻ ശ്രദ്ധിച്ച് കേട്ടോ. ഇവളെൻ്റെ പെണ്ണ. അതുകൊണ്ട് നീ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. ഇനി ഇവളുടെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. കണ്ടാ അപ്പം ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. ഷീസ് മൈൻ. മനസ്സിലായി നിനക്ക്? ആ, എന്നാൽ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങട്ടെ. നേരെ ക്ലാസ്സിലേക്ക് കിട്ടോ. സോറി ചേട്ടന്മാരെ, ഞാനിനി ഈ വഴിക്ക് വരില്ല. സന, സോറി കേട്ടോ. യെസ് വരണേട്ടാ, താങ്ക് യു. ഹാ, താങ്ക്സ് ഒക്കെ എന്തിനാ? ഇവനെ ശരിക്കും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൂ. എന്ത് പേടിത്തൊണ്ടനാ ഇവൻ. അതെ, എന്നിട്ടാ അവൻ പ്രണയിക്കാൻ നടക്കണേ. പിന്നെ വരണേട്ടാ, ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം. എന്ത് ബുദ്ധിമുട്ട്? ശരി, എന്നാ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാ. ലിയ വാ. നീ എന്ത് പണി കാണിച്ച് ഒരു താങ്ക്സിൽ പറഞ്ഞോളെ നിനക്ക്? അതിന് ഞാനല്ലല്ലോ ഉണ്ടാക്കി, നീയല്ലേ. അപ്പൊ നീ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഡാ വരണേ, അവര് പോയി. എന്നാലും എന്റെ പൊന്നളിയാ, നിന്റെ ഒരു അഭിനയം ശരിക്കും അവളുടെ ലവറാന്ന് തോന്നിപ്പോ. നീ ഇത്രയും നന്നായി അഭിനയിക്കുന്നു ഞങ്ങൾ ഇതിലായിട്ടും കരുതിയില്ല. അതിന് നിങ്ങളോട് ആരാ പറഞ്ഞേ ഞാൻ അഭിനയിച്ചതാണെന്ന്? പിന്നെ എനിക്ക് അവളെ ശരിക്കും ഇഷ്ടം. അവളെ എന്റെയാ. എടാ നീ ഇത് കാര്യത്തിൽ തന്നെയാണോ പറയണേ? അല്ല, തമാശക്ക്. എടാ വരണേ, നീ കളിക്കല്ലേ. നീ ഉള്ള കാര്യം പറ. ആടാ, അവളെ കണ്ടപ്പോൾ തന്നെ ഞാൻ നോക്കി വെച്ചതാ. എന്റെ മോനെ. അല്ല, ഇത് അവൾക്കറിയോ? എവിടെന്ന്? അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ആ, അതിരിക്കട്ടെ. എന്നിട്ട് എപ്പോഴാണ് ഞാൻ അവളോട് ഇത് പറയുന്നേ? പറയണോ? വേണ്ട, പറയണ്ട. നീ ഇങ്ങനെ അവളുടെ പുറകെ വരുന്നവന്മാരൊക്കെ ഓടിച്ചിട്ട് കളിച്ചോ. എടാ, അവളെ ഒന്ന് ഒറ്റയ്ക്ക് ഇട്ടട്ടെ, ഞാൻ പറയാം. എടാ, ഒറ്റയ്ക്ക് കിട്ടാനാണോ പാട്? അതിനല്ലേ നമ്മുടെ ലിയ. അതന്നെ, അവളോട് പറഞ്ഞാൽ ഇതൊക്കെ സിമ്പിളായിട്ട് നടക്കും. എനിക്ക് സന്തോഷമായി വരണേട്ടാ. അവളെ ഞാൻ എവിടെ വേണേലും കൊണ്ടുവരാം. എന്നാലേ നിങ്ങൾ രണ്ടാളും ഇന്റർവ്യൂ ആകുമ്പോൾ ക്യാൻറ്റീനിലോട്ട് വാ. ഞങ്ങൾ അങ്ങോട്ട് വരുന്നവരെ നീയാണ് അവളോട് പിടിച്ചു നിർത്തേണ്ടത്. മനസ്സിലായല്ലോ? അതൊക്കെ ഞാൻ ഏറ്റു. കഴിഞ്ഞില്ലേ നിന്റെ? ഇപ്പൊ വിലടിക്കുന്ന വേഗം കഴിക്കേ. ഈ ഏട്ടന്മാരെ കാണുന്നില്ലല്ലോ. എടി, എനിക്കൊരു സമോസയും കൂടി വേണം. എന്റെ പൊന്നില്ല, ഇപ്പൊ ബെല്ലടിക്കാം. ക്ലാസ് കയറണ്ടേ നമുക്ക്. ചേട്ടാ, ഒരു സമോസ. എന്നാ നീ ഇവിടെ കഴിച്ചിരുന്നോ, ഞാൻ പോവാ. സാന, നമുക്ക് ഈ വീട് കട്ടാക്കാം. എനിക്കൊരു മൂടില്ല ക്ലാസ് കയറാൻ. ഇല്ല മോളെ, ക്ലാസ് കട്ടാക്കല് നടക്കില്ല. നീ വേഗം വന്നേ. എന്നാ ഞാനില്ല. ലിയ, ദേ നോക്ക്, ബെല്ലടിച്ചു. നീ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പോവാ? വന്നോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഇതാ ഏട്ടൻ പറഞ്ഞ ആളെ ഞാൻ ഏട്ടൻ്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി എന്താ അവളോട് പറഞ്ഞു? ഡാ, ഞങ്ങളവിടെ ഉണ്ടാവും. അപ്പം എല്ലാം പറഞ്ഞ പോലെ. ആ അതെ, ബൈ ബൈ. ഡാ, അവളോട് എന്തെങ്കിലും പറ. സന, ഐ ലവ് യു. നശിപ്പിച്ച്. ഇങ്ങനെയാണോടാ പ്രപ്പോസ് ചെയ്യുന്നത്? എന്താ പറഞ്ഞേ? താൻ കേട്ടില്ലേ? അത് തന്നെ. ഇനി ഒന്നുകൂടി തെളിച്ച് പറയണമെന്നാണെങ്കിൽ ഇന്നലെ കിഷോറിനോട് പറഞ്ഞ കാര്യം നീ ഒന്ന് ഓർത്താൽ മതി. അപ്പം എങ്ങനെയാ? തനിക്ക് എന്നെ ഇഷ്ടമാണോ? യെസ് ഓർ നോ? ഞാൻ ക്ലാസ് പോയിക്കോട്ടെ? ഓക്കെ, ശരി. എന്നാ പിന്നെ പറഞ്ഞാൽ മതി. എന്താടാ അവള് പറഞ്ഞേ? പിന്നെ പറയാന്നോ? പിന്നെ പറയാന്നോ? ആ, പക്ഷെ അവളുടെ റിപ്ലൈ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ കണ്ണ് കണ്ടറിയാം അവൾക്ക് എന്നെ ഇഷ്ടമാണ്. മോളെ, മോളെ. പറ മമ്മി. നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നേ? നിനക്ക് പഠിക്കാനൊന്നുമല്ലേ? ഉണ്ട് മമ്മി, ഞാൻ പഠിക്കാനെയാ. ഇങ്ങനെയോ? ശരി. താരം വന്നല്ലോ. വാ, ഇവിടെ ഇരിക്കേ. അപ്പൊ എന്താ മറുപടി എടുക്കുന്നേ? യെസ് ഓർ നോ? നോ. എന്ത്? അതെ, നീ വരണേട്ടനോട് പോയി പറ
എനിക്ക് താല്പര്യമില്ലാന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്നലത്തെ നിന്റെ മുഖം കണ്ടറിയാം നിനക്ക് വരണേട്ടന് ഇഷ്ടമാന്ന്. പിന്നെ ഇപ്പം എന്ത് പറ്റി? ആര് പറഞ്ഞു നിന്നോട് എനിക്ക് ഇഷ്ടമാന്ന്? ഞാൻ പറഞ്ഞോ? എനിക്കിഷ്ടമല്ല. നിനക്ക് കഴിയാണെങ്കിൽ നീ ഒന്ന് പോയി പറ. അതെന്താ നിനക്ക് പറയാൻ വയ്യേ? ലിയ പ്ലീസ്, നീ ഒന്ന് പോയി പറ. മനസ്സിലായി മോളെ, നിനക്ക് അങ്ങേരെ ഇഷ്ടമാണ്, പക്ഷെ നീ അത് മറച്ചു വെക്കുക. ലിയ പ്ലീസ്. ശരി, ഞാൻ പറയാം. ഡാഡി വരുണേട്ട വിളിക്കുന്നു. ഞാനിപ്പോൾ വരാവേ. എന്താ വരുണേട്ടാ? നീ അവളെ ഇങ്ങോട്ട് വിളിച്ചേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ വരുണേട്ടാ, ഞാൻ അവളോട് പോയി പറയാം. ആ വരുണേട്ട അങ്ങോട്ട് വിളിക്കുന്നു. നിന്നോടെന്താ സംസാരിക്കേണ്ടതെന്ന്. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ വരുന്നുമില്ല. നീ അവിടെ പോയി പറഞ്ഞേക്ക്. ഏട്ടാ, അവൾക്കൊന്നും കേൾക്കണ്ടെന്ന്. സോ അവൾ വന്നില്ല. ഓ, അവൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട വരുണേട്ടാ, ഞാൻ ഒന്നും കൂടി അവളെ ഒന്ന് വിളിച്ചിട്ട് വരാം. വേഗം ചെല്ല്. പേണ്ട, നീ ഒന്ന് വരുന്നുണ്ടോ? അല്ലെങ്കിൽ വരുണേട്ട ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരണ്ട. അതോടെ നീ ഒന്ന് വാ. അല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാവരും കണ്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വരാം. എന്താ ഞാൻ വിളിച്ചാൽ വരാൻ നിനക്കൊരു ബുദ്ധിമുട്ട്? എന്തിനാ വിളിച്ചേ? എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇവിടുന്ന് വേണ്ട, വാ. ലിയ. അവളെന്തിനാ? എനിക്ക് നിന്നോട് സംസാരിക്കാല്ലേ. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്. പിന്നെന്തിനാ നീ അങ്ങനെയൊക്കെ പറഞ്ഞേ? ആര് പറഞ്ഞ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്? അത് സ്വയം തീരുമാനിച്ചാൽ മതിയോ? പിന്നെ നേരത്തെ പറഞ്ഞേനെ, എനിക്കിഷ്ടമല്ല. മുഖത്ത് നോക്കി പറ. മുഖത്ത് നോക്കി പറയാനും നിന്നോട് പറഞ്ഞേ. നിനക്കങ്ങനെ പറയാൻ കഴിയില്ല. പറ, നിനക്കിഷ്ടമുണ്ടായിട്ട് നീ എന്തിനാ മറച്ചു വയ്ക്കുന്നേ? പറയാതെ നീ ഒന്നും പോവില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമല്ല. സന, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. എടി, എനിക്ക് വരുണേട്ടനെ ഇഷ്ടമാണ്. എപ്പോഴത് സംഭവിച്ചെന്നറിയില്ല. അങ്ങേര് പാവാടി. നീയൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ശേഷം പിന്നെ ഒരു ശല്യത്തിനും അങ്ങേര് വന്നിട്ടില്ല. ഏട്ടനൊന്ന് നല്ലോണം ഹേർട്ടായിട്ടുണ്ട്. എന്തായാലും നീ ഏട്ടനെ സ്നേഹിക്കാൻ പോണൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ നോക്കുന്നതിൽ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ലടാ, എനിക്കെന്താ പ്രശ്നം? നീ ധൈര്യമായിട്ട് നോക്കൂ. നിങ്ങൾ രണ്ടാളും നല്ല ചേരും. അപ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലടാ. എന്നാ ഞാൻ ഏട്ടനോട് പറഞ്ഞാലോ? എന്താ രണ്ടും കൂടി ഇവിടെ? അത് പിന്നെ എനിക്ക് വരുണേട്ടനോടൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ? അത് പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ വരുണേട്ടാ, എനിക്ക് വരുണേട്ടനെ ഇഷ്ടമാണ്. ബെസ്റ്റ്. ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരാളതാ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നു. കളിയാക്കണ്ട, ഞാൻ കാര്യത്തിൽ തന്നെയാ പറഞ്ഞേ. വരുണേട്ടാ. ലിയ, നീ ഇപ്പം ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. വരുണേട്ട ഇത് തമാശയായിട്ടാണ് എടുക്കുന്നത്? അല്ലാതെ പിന്നെ ഇവനൊരാളോട് ഇഷ്ടമാണ് പറഞ്ഞാണല്ലോ, അവൾക്ക് വല്ല കുലുക്കമുണ്ടോ? എന്നിട്ടിപ്പതാ അവളുടെ ഫ്രണ്ട് വന്ന് ഇഷ്ടമാണ് പറയുന്നു. വരുണേട്ടാ, ഇവള് വരുണേട്ടനെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് കരുതി ഞാൻ എൻ്റെ സ്നേഹം എന്തിനാ മറച്ചു വെക്കുന്നേ? നിങ്ങൾ രണ്ടാളിപ്പോൾ ചെന്നേ. വരുണേട്ടാ, നിങ്ങളോട് പോവാനാ പറഞ്ഞേ. ലിയ, നിക്ക്. നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്കറിയാം അതിൻ്റെ വേദന എത്രയാന്ന്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് കുറച്ച് ടൈം വേണം. എത്ര ടൈം വേണമെങ്കിലും എടുത്തോ. വരുണേട്ടൻ എൻ്റേതാണെന്ന് മാത്രം. എനിക്ക് വരുണേട്ടനെ ഇഷ്ടമാണ്. നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്ക് പറ്റില്ല. എത്ര ടൈം വേണമെങ്കിലും എടുത്തോ. വരുണേട്ടൻ എൻ്റേതാണെന്ന് മാത്രം. നീ എന്തിനാ സാധനം ഇങ്ങനെ കരയുന്നേ? ആരും ഓർത്തിട്ടാ നീ കരയുന്നേ? നീ ഇപ്പൊ പഠിക്കല്ലേ വേണേ?
നിന്റെ പഠിത്തത്തെ ബാധിക്കുന്നു കരുതിയിട്ടല്ലേ നീ നിന്റെ വരണേട്ടനോടുള്ള പ്രണയം പോലും വേണ്ടാന്ന് വെച്ചത്. എന്നിട്ടിപ്പോ വരണേട്ടനോർത്ത് കറിയാ. നീ പഠിക്കേ, എന്നിട്ട് നല്ല മാർക്ക് വാങ്ങി ഹയർ സ്റ്റഡീസിന് പുറത്തു പോ. എന്നിട്ട് ജോലി വാങ്ങി നിന്റെ പപ്പയുടെയും അമ്മയുടെയും അഭിമാനമാവ്. അതെ, എനിക്ക് പഠിക്കണം. എനിക്ക് അവരുടെ സന്തോഷം വലുത്. ഇല്ല, വരണേട്ടൻ അവളെ സ്നേഹിക്കാൻ കഴിയില്ല. വരണേട്ടൻ എന്നെ സ്നേഹിക്കുന്നേ. ഹലോ സന, സന നിനക്കെന്താ പറ്റിയ? നീ എന്താ കോള് കട്ടാക്കുന്നേ? ഹലോ സന, നീ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, എടി നീ എന്തെങ്കിലും പറ. ഹലോ ഹലോ സന, സന നീ കരയണോ? എടാ എന്താടാ പറ്റിയേ? നീ എന്നോട് പറ. ഇല്ല ഇല്ല ഒന്നുമില്ല. സന എടാ ഒന്നുമില്ല പറഞ്ഞില്ലേ? എന്നാ ശരി, നീ എന്നോടൊന്നും പറയണ്ട. ഇനി ഞാൻ നിന്റെ അടുത്തേക്ക് വിളിക്കില്ല, നിന്നോടൊന്നും മിണ്ടാനുമില്ല. ലിയ വേണ്ട, നിനക്കിത് എന്ന് എന്നോട് പറയാൻ തോന്നുന്നു അന്ന് എന്നോട് മിണ്ടിയാൽ മതി. എടി എടി നിന്നോട് ഞാൻ ഇതെങ്ങനെയാ പറയാ? എന്ത്? നീ കാര്യം പറ. എടി എടി ഞാൻ നിന്നോട് എന്ത് പറയാനാ? ഞാനിത് അർഹിക്കുന്നതാ. നീ പറ. എടി വരണേട്ടനെ എനിക്കിഷ്ടം, ഒരുപാട് ഇഷ്ടം. ഞാൻ വരണേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായേ. വരണേട്ടൻ മറ്റൊരാളുടേതാവാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ പ്രാണം പോകുന്ന പോലെ തോന്നിയടി. വരണേട്ടൻ കാരണം എനിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാനൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ. പക്ഷെ ഇന്ന് എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ലേടി. എനിക്കറിയാം ഞാൻ ഈ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ലാന്ന്. കാരണം നീ വരണേട്ടനെ സ്നേഹിക്കുന്ന പോലെ ഇപ്പോൾ വരണേട്ടൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സന നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്കിടയിൽ വരില്ല. ഇതൊക്കെ ഞാൻ വരുത്തി വെച്ചല്ലേ, ഞാൻ അനുഭവിക്കാനും തയ്യാറാണ്. സന എന്നോട് ക്ഷമിക്കില്ലേ നീ? എന്തിന്? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. ഹേയ്, ഇതിൽ നീ ഇങ്ങനെ കുറ്റക്കാരിയാവും. നോക്ക്, ഒരിക്കലും ഇതൊന്നും വരണേട്ടന് അറിയരുത്. ഞാൻ പറയില്ല. നീ നാളെ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? ഞാൻ വരാം. ഹായ് ആൻറ്റി. മോളായിരുന്നു, കേറി മോളെ. ലിയ ദാ സന മോളെ എത്തിയിട്ടുണ്ട്. ഇരിക്കട്ടോ, ഞാൻ കുട്ടിക്ക് എന്തെങ്കിലും എടുക്കാം. അയ്യോ അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞെങ്ങനെയാ? ആദ്യമായിട്ട് വരില്ലേ, നീ ഇരിക്കേ. ലിയ അതാ മമ്മി വരുന്നു. ഹായ്. വാടി, നമുക്ക് എൻ്റെ റൂം പോവാം. സന നീ ഓക്കെ ആയില്ലേ? പിന്നല്ലാതെ. ലിയ ഇവിടെ വന്നേ, ഇത് നടക്കു കൊടുക്ക്. അത് വരുന്നു മമ്മി, ഇപ്പൊ വരാവേ. ദാ കുടിക്ക്, നല്ല ക്ഷീണം കാണും, കൊറേയൊക്കെ അറിഞ്ഞതല്ലേ. എന്തേ ഷോക്കായ മോളെ? ലിയ വരണേട്ടൻ എന്തേ ഇവിടെ? ഏട്ടൻ പിന്നെ ഇവിടെ ഇല്ലാതെ എവിടെ ഉണ്ടാവുക? ഏട്ടനോ? ആടി, ഇതെന്റെ മാമന്റെ മോനാ. ഹോ, ഇവളിങ്ങനെ കിളി പോയി നിക്കുന്നതാണ്, എന്ത് രസാലേ. നിങ്ങൾ രണ്ടാം പിടിച്ചങ്ങനെ പറ്റിക്കായിരുന്നല്ലേ? അപ്പൊ നീ ചെയ്തതോ? നിനക്ക് ഇഷ്ടണ്ടായിട്ട് നീ ഞങ്ങളോട് നോണ പറഞ്ഞില്ലേ? അങ്ങനെ ചോദിക്കാം അവളോട്. എന്റെ സന, എന്റെ ഏട്ടൻ ആദ്യമായിട്ട് കൃഷി തോന്നിയ ആളാ നീ. അങ്ങനെയുള്ള നിന്നെ എങ്ങനെ എന്റെ ഏട്ടൻ മറക്കുക? പിന്നെ നീ വിചാരിക്കുന്ന പോലെ നിന്നെ ആദ്യമായിട്ട് കണ്ടത് കോളേജിൽ നിന്നല്ല കേട്ടോ. പിന്നെ അതിനു മുന്നേ ഞങ്ങൾ നിന്നെ കണ്ടിട്ടുണ്ട്. ഏട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, ഞങ്ങളൊന്ന് കോളേജിലേക്ക് വരുമ്പോ നീ അവിടെ ബസ് കാത്തുക്കുക. അന്ന് നിന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടേ. നീ ആരാ എന്താ ഒന്നും അറിയില്ല, പക്ഷെ നിന്റെ മുഖം എൻ്റെ മനസ്സിൽ പറഞ്ഞു. പിന്നെ നിന്നെ കാണുന്ന കോളേജിൽ വെച്ചാ. അപ്പോഴോ എൻ്റെ ഫ്രണ്ട്സിനെ നിന്നെ റാഗ് ചെയ്യുന്നു. ഏട്ടാ ഇത് അവളല്ലേ നമ്മളവിടെ ബസ് സ്റ്റോപ്പിൽ കണ്ടേ? ഏട്ടാ അവന്മാരവളെ റാഗ് ചെയ്തോന്നു, പോയി ചോദിക്കേ. എടേ, അവന്മാരെൻ്റെ ഫ്രണ്ട്സാ. ബെസ്റ്റ്. എന്ന് നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലേട്ടാ.
എടി വഞ്ചകി. നിന്റെ അല്ലേ ഫ്രണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഇതുവരെയുള്ള എല്ലാ കാര്യം ഏട്ടനറിയാം. അതെ, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും എന്തുകൊണ്ടാണ് അതൊക്കെ മറച്ചു വെച്ചെന്നും ഒക്കെ എനിക്കറിയാം. ഹാ, നീ കരയൊന്നും വേണ്ട, നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഏട്ടന്റെ അച്ഛനും അമ്മയൊന്നും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടാ ഏട്ടൻ ഇവിടെ ഒന്ന് ഡിഗ്രി എടുക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഇവിടെ വന്ന് പഠിച്ചോണ്ട് മനസ്സിനെ പറ്റിയ ഒരാളെ കിട്ടിയില്ലേ. ലിയ, ആ മമ്മി ഇതാ വരുന്നു. ഇപ്പൊ വരാം, നിങ്ങൾ സംസാരിക്കേ. എന്താണ് നടക്കണേ?